എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 12 വരെ ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതമാണ് നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം വളരെ ചിട്ടയായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം 5-ാമത്തെയും 6-ാമത്തെയും ദൂതൻ്റെ കാഹള നാദമാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം തന്നെ പോകുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ദൈവിക മുദ്രയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയിൽ അങ്ങനെയുള്ള മനുഷ്യരെ ദണ്ഡിപ്പിച്ച് അനുതാപത്തിലേക്ക് നയിക്കാനാണ് കൽപ്പന ലഭിച്ചത്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു എന്ന് കാണുന്നു. അവന് എബ്രായ ഭാഷയിൽ അബ്ബദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ. വളരെ ആഴത്തിൽ ദൈവിക മുദ്രയുടെ വിവക്ഷിതാർത്ഥം ഇവിടെ വിവരിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ചരിത്രത്തിൽ സംഭവിച്ചതോ സംഭവിക്കാനുള്ളതോ ആകാം ഇവിടെ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. 5-ാമത്തെ കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ അഗാധ കൂപം തുറക്കാൻ അധികാരം ലഭിച്ച ഒരു നക്ഷത്രം സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് യോഹന്നാൻ കാണുകയാണ്. നിപതിക്കുന്ന നക്ഷത്രം പതനം സംഭവിച്ച ദൂതനെ കാണിക്കുന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അത് പറയുന്നു. ആ ദൂതൻ തിന്മയുടെ കാരണഭൂതനും മരണത്തിൻ്റെ ദൂതനുമായ അബ്ബദോനെന്നോ അപ്പല്യോനെന്നോ വിളിക്കപ്പെടുന്നവൻ. യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. 28-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കാം. അഗാധ കൂപം മനുഷ്യ തിന്മയുടെ ആഴത്തെ, ദൈവിക പദ്ധതിയെ എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തികൾക്ക് പിൻബലം കൊടുക്കുന്ന തിന്മയുടെ ഭണ്ഡാരത്തിൻ്റെ ആഴത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. 2-ാം വാക്യത്തിലെ പുകയിൽ നിന്ന് 8-ാം ബാധയെ അനുസ്മരിപ്പിക്കുന്ന വെട്ടിക്കിളികളുടെ കൂട്ടം പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ 2-ാം വാക്യത്തിൽ കാണുന്ന പുക പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന വെട്ടിക്കിളി, ആ ബാധയാണ് ഓർമ്മ വരുന്നത്. യോഹന്നാൻ വിഭാവനം ചെയ്യുന്ന ബാധ ഒരു ആത്മീയ പീഡയാണ് എന്നത് വളരെ തീർച്ചയായും നമുക്കറിയാം. തേളിനെ പോലെയുള്ള ഈ വെട്ടുക്കിളികൾക്ക് സൃഷ്ടിക്ക് ഉപദ്രവം വരുത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ മാത്രമാണ് അവ പീഡിപ്പിക്കുക.
അപ്പോൾ മാനസികമായി ഉപദ്രവിക്കപ്പെടുന്നതിനാൽ അവർ മരിക്കാൻ കൊതിക്കുന്നു, എങ്കിലും അവർക്ക് മരിക്കാൻ കഴിയുന്നില്ല. മിസ്കോട്ടിൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്: വിനാശകരമായ ഒരു പൈശാചിക ആധ്യാത്മികതയെ വിഭാവനം ചെയ്യാൻ കഴിയും. ഒരു മേഘം പോലെ സംസ്കാരത്തെ മൂടുന്നതും ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, അനുകമ്പ, ദയ, ജീവസന്തോഷം മുതലായ കാര്യങ്ങൾ തിന്നൊടുക്കുന്നതും മരിക്കാൻ മാത്രമുള്ള അഭിലാഷം അവശേഷിക്കുകയും എന്നാൽ മരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന മരുഭൂമിയുടെ അവസ്ഥ അവശേഷിക്കുന്നതുമായ പൈശാചിക ആധ്യാത്മികത. സിംഹാസനത്തിന് കീഴിലുള്ള ആത്മാക്കളുടെ ആത്മീയതയ്ക്ക് ഘടകവിരുദ്ധമാണിത്. 5-ാം മുദ്ര എന്ന് പറയുന്നത്. അവർ നാശത്തിൻ്റെ ശക്തികളോട് തങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് പ്രതികരിക്കുന്നത്. ഇവിടുത്തെ ആത്മീയത ജനത്തിൻ്റെ വിമോചനത്തിനെതിരെ ഹൃദയം കഠിനമാക്കിയ ഫറവോൻ്റെ ആത്മീയതയ്ക്ക് സമാനമാണ്. വ്യാധികൾ അനുതാപത്തിലേക്ക് അയാളെ ക്ഷണിക്കുകയും ജനത്തെ വിട്ടയക്കാൻ പ്രേരണ നൽകുകയും ആയിരുന്നു. ഫറവോൻ അത് തള്ളിക്കളഞ്ഞു. ഒരു സമൂഹത്തെ വിനാശകരമായ വിഭ്രാന്തിയിലേക്ക് നയിക്കുന്ന അത്തരം ആത്മീയത വെച്ച് പുലർത്തിയിട്ടുള്ള പല ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 7 മുതലുള്ള വാക്യങ്ങളിലെ യുദ്ധത്തിൻ്റെയും സമ്പൂർണമായ അവ്യവസ്ഥയുടെയും പ്രതീകങ്ങൾ ഇത്തരം ആത്മീയതയെയും അതിൻ്റെ പരിണിത ഫലത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. അഗാധകൂപത്തിൻ്റെ ദൂതനാണ് ഈ ആത്മീയതയുടെ രാജാവ് എന്നതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ആഴമായി ദൈവത്തിൻ്റെ മുദ്ര ലഭിച്ച മനുഷ്യരുടെ സുരക്ഷിതത്വം വേദഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവിക മുദ്ര അണിഞ്ഞവർക്ക് ലഭിക്കുന്ന കരുതലാണ് ഇവിടുത്തെ കാതലായ വിഷയം. നെറ്റിയിലെ മുദ്ര എന്നത് യോഹന്നാൻ വിവരിക്കുന്ന ദൈവശാസ്ത്രം അനുസരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേക പദവിയും ഒരു അവസരവും കൂടെയാണ്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ നിർബന്ധിക്കുന്നത് കർത്താവിൽ വിശ്വാസമുള്ളവരായി, ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരായി, ആ ഉറപ്പോടുകൂടെ ദൈവത്തിൻ്റെ മുദ്ര വഹിക്കുന്നവരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരു പ്രത്യേക പദവിയാണ്. ദൈവിക കരുതലിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായി ഇത് നൽകപ്പെടുന്നു. മറ്റുള്ളവർ കാണുക ദൃശ്യമായ അടയാളങ്ങൾ ഉണ്ടാവണമെന്നല്ല, ദൈവത്താൽ കണ്ടെത്തപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആയുസ്സിൻ്റെ പുണ്യമായി കരുതാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതം ലഭിപ്പാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വരാമായിരുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിച്ച് രാത്രിയുടെ കരുതൽ ഞങ്ങൾക്ക് നൽകി പ്രഭാതത്തിൽ ഉണരാനുള്ള കൃപയും ബലവും നൽകി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലം, കൃപ, ഊർജം അടിയങ്ങൾക്ക് പകരണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ മധുരതരമായ ഓർമ്മകൾ അയവിറക്കി ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരോടും കൂടെ ഇരിക്കുകയും പുതിയ വർഷവും അനുഭവങ്ങളും ഏറെ നന്മയുള്ളതും കർത്താവേ ദൈവഹിതം നിറവേറ്റപ്പെടുന്നതുമായി തീരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.